ഓക്കെ, അപ്പൊ നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ പാർട്ട് 2 ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ അങ്ങനെ ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കി. ഇനി നമ്മൾ നോക്കാനായിട്ടുള്ളത് അക്കൗണ്ടിങ്ങിന്റെ കുറച്ച് ബ്രാഞ്ചസ് ആണ്. ഏതൊക്കെ ബ്രാഞ്ചസ് ആണ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്? ഒന്നാമത് വരുന്നത് എന്തോന്നാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താ വരുന്നത്? നമ്മുടെ ഒരു കമ്പനി എടുക്കുമ്പോൾ നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട് വെക്കുന്നത്. അതായത് നമ്മൾ പ്രോഫിറ്റിലാണോ നമ്മൾ ലോസിലാണോ പോകുന്നത് ഇത് മനസ്സിലാക്കാനായിട്ട്. രണ്ടാമത് വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്താ ചെയ്യുന്നത്? നമുക്കൊരു ബിസിനസ്സിൽ എത്രത്തോളം കോസ്റ്റ് വേണ്ടി വന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. മൂന്നാമത് വരുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിൽ എല്ലാ കാര്യങ്ങളും വരും. നമുക്ക് എത്ര ഫണ്ട് കിട്ടുമെന്ന് വരും, നമ്മുടെ കോസ്റ്റ് എത്രയാണെന്ന് വരും, നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുമെന്ന് അറിയും, ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്തോന്നാണെന്ന കാര്യങ്ങൾ എന്താണ് ഈ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ അടുത്ത് വരുന്നത് ടാക്സ് അക്കൗണ്ടിങ്. ടാക്സ് അക്കൗണ്ടിങ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ടാക്സ് കളക്ഷൻ, നമുക്ക് എത്ര ടാക്സ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വരുമാനം എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്ക് എന്താണ് ഗവൺമെന്റിന് ടാക്സ് കൊടുക്കാൻ പറ്റും. അപ്പൊ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ടാക്സ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഓക്കെ, അതിൽ വരുന്നു സെയിൽസ് ടാക്സ് വരുന്നുണ്ടോ, അതേപോലെ തന്നെ ഇൻകം ടാക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഇനി അടുത്ത് നമുക്ക് ഒബ്ജക്റ്റീവ് ആണ് നോക്കാനുള്ളത്. അതായത് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത്? വേറെ ഒന്നുമല്ല, ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഒരു കമ്പനിയെ സംബന്ധിച്ച കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു അക്കൗണ്ടിങ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്താണ് കറക്റ്റ് ഒരു ഇൻഫോർമേഷൻ എങ്ങോട്ടേക്ക് എത്തും? നമ്മുടെ യൂസേഴ്സിലേക്ക് എത്താനും കൂടെ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ഫങ്ഷൻസ്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള റെക്കോർഡിങ്, അതായത് കറക്റ്റ് കാര്യങ്ങൾ, കറക്റ്റ് ഒരു എറർ ഒന്നും വരാതെ രീതിയിൽ കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ അക്കൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റും. നമ്മുടെ കമ്പനി ലോസിലായിട്ടാണോ അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്കാണോ പോണെന്നുള്ള കറക്റ്റ് ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കുറച്ച് നല്ല റെസ്പോൺസിബിലിറ്റി എത്തിക്കാനായിട്ട് പറ്റും. ഇനി നോക്കുന്നത് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആണ് അക്കൗണ്ടിങ്ങിൽ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറിയാം അക്കൗണ്ടിങ് അഡ്വാൻറ്റേജസ് എന്താന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ റെക്കോർഡിങ്സും എല്ലാ കാര്യങ്ങളും ബുക്കിൽ എഴുതുന്നതിനെക്കാട്ടി നല്ലത് അക്കൗണ്ട്സ് വഴി എഴുതുമ്പോൾ വളരെ എളുപ്പത്തിലും വളരെ സിസ്റ്റമാറ്റിക് എഴുതാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് വലിയ ബിസിനസ്സിനൊക്കെ എന്താണ് ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്ന മാർഗം വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ചെറിയ ചെറിയ ബിസിനസ്സുകൾക്കാണെങ്കിൽ മാത്രം ബുക്കിൽ എഴുതിയാൽ മതിയല്ലോ. വലിയ ബിസിനസ്സിന് ബുക്കിൽ എഴുത്തുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അതേപോലെ തന്നെ എന്താണ് നമുക്ക് നമ്മുടെ പെർഫോമൻസ്, ബിസിനസ്സിലെ എല്ലാ പെർഫോമൻസും അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ഇത് വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആണ്. അതേപോലെ തന്നെ നല്ല രീതിയിൽ കോസ്റ്റ്ലി ആണ്. അതേപോലെ കോസ്റ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാൾ ബിസിനസ്സിനൊക്കെ എന്താണ് ഒന്നും ബിയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. എറേഴ്സ് ഒക്കെ വരാൻ നല്ല ചാൻസ് കൂടുതലാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരൊക്കെയാണ് അക്കൗണ്ടിങ്ങിൽ വരുന്ന യൂസേഴ്സ്, ഏതൊക്കെ യൂസേഴ്സ് ആണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ വരുന്നത് എന്നുള്ള കാര്യമാണ്. ഓക്കെ, ഒന്നാമത് വരുന്ന ഇന്റേണൽ യൂസേഴ്സ് എന്ന് വെച്ചാൽ ബിസിനസിന്റെ അകത്ത് വരുന്ന ആളുകളാണ്. ഒന്ന് വരുന്ന ഓണേഴ്സ് വരാം, എംപ്ലോയീസ് വരാം, മാനേജേഴ്സ് വരാം, വർക്കേഴ്സ് വരാം. ഇതൊക്കെയാണ് ഒരു ബിസിനസിന്റെ അകത്ത് വരുന്ന ആളുകൾ. ഇനി അടുത്ത എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് വെച്ചാൽ ബിസിനസിന് പുറത്ത് വരുന്ന ആളുകൾ. ബിസിനസിന് ഇപ്പൊ നമുക്കൊരു ബിസിനസ് ചെയ്യാനായിട്ട് ബാങ്ക് നമുക്ക് പൈസ തരണം. അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സ്, നമുക്ക് കുറെ കടക്കാർ, കാരണം കടക്കാരിൽ നിന്ന് കടം വാങ്ങിച്ചായിരിക്കും ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അടുത്ത ഇൻവെസ്റ്റേഴ്സ്, കുറെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഗവൺമെന്റ്സ് തുടങ്ങിയ ആളുകളാണ് എക്സ്റ്റേണൽ ആയിട്ട് വരുന്നത്. ഒരു ബിസിനസിന്റെ അകത്തും പുറത്തും വരുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളതെന്ന് വെച്ചാല് നമ്മുടെ അക്കൗണ്ടിന്റെ ടേംസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് അക്കൗണ്ടിങ്ങിന്റെ ടേംസ് ആണ് നോക്കാനായിട്ടുള്ളത്. ഒന്നാമത് വരുന്ന ട്രാൻസാക്ഷൻ. ഞാൻ തുടങ്ങിയ സമയത്ത് തന്നെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞില്ലേ. ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് നടക്കുന്നത് ഒരു അക്കൗണ്ടിൽ, അതായത് ഒരു ബിസിനസ്സിൽ. ഒന്നാമത് വെച്ചാൽ ക്യാഷ് ട്രാൻസാക്ഷൻ, പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. രണ്ടാമത് വരുന്നത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, എന്ന് വെച്ചാൽ കടത്തിന് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഓക്കെ, ഇതാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകിൽ പൈസയ്ക്ക് അല്ലെങ്കിൽ കടത്തിന്. ഈ രണ്ട് തരം ട്രാൻസാക്ഷൻസ് എവിടെ ഉണ്ടായിരിക്കും? നമ്മുടെ ഒരു ബിസിനസ്സിൽ ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത രണ്ടാമത്തെ ടേം ആണ് എന്താണ് ഈ പർച്ചേസ്. പർച്ചേസ് എന്ന് വെച്ചാൽ നമുക്കറിയാം വാങ്ങുന്ന സാധനം. ഇപ്പൊ ഞാൻ കടയിൽ പോയിട്ട് ഒരു AC വാങ്ങിച്ചു, അതെന്താണ്? എന്റെ പർച്ചേസ് ആണ്. ഓക്കെ, സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ AC എനിക്ക് AC തന്നു, AC എനിക്ക് വിറ്റു. സെയിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തെന്ന് പറയണം? വിറ്റു, വിൽപ്പന, ആ ഒരു കാര്യം ഓർത്തു വയ്ക്കുക. പിന്നെ അടുത്ത് വരുന്ന റവന്യൂ. റവന്യൂ എന്തോന്നാണ്? നമുക്ക് കിട്ടിയ വരുമാനം. ഓക്കെ, നമുക്ക് എങ്ങനെയൊക്കെ വരുമാനങ്ങൾ കിട്ടാം? നമുക്ക് കമ്മീഷനിലൂടെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിലൂടെ അല്ലെങ്കിൽ ഡിവിഡൻഡിലൂടെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വരുമാനം കിട്ടാം.
പിന്നെ അടുത്ത് വരുന്നത് എക്സ്പെൻസ്. എക്സ്പെൻസ് എന്ന് വെച്ചാൽ എന്തോന്നാണ്? ചിലവ്. നമുക്ക് എത്രത്തോളം പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അതാണ് എക്സ്പെൻസ് വരുന്നത്. ഇൻകം എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെയൊക്കെ വരുമാനം കിട്ടി എന്നുള്ള കാര്യമാണ് നമ്മുടെ ഇൻകം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിൽ വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ടേംസ് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ. ഇനി ഒരു വീഡിയോ കൂടെ തന്നെ ഈ ഒരു ചാപ്റ്റർ തീരും കേട്ടോ. സോ കൂൾ.